അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഭാര്യമാർ വാടകയ്ക്ക് നൽകപ്പെടും. 10 ദിവസം മുതൽ 1 വർഷം വരെ കരാർ. അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ. വിചിത്ര സമ്പ്രദായവുമായി ഇന്ത്യയിലെ ഒരു ഗ്രാമം. മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലെ ഉൾനാടൻ ഗ്രാമങ്ങളിലാണ് ഈ വിചിത്ര സമ്പ്രദായം നിലനിൽക്കുന്നത്. ഇതൊന്നും അങ്ങനെ വിടാൻ പാടില്ല. എടാ, ഇവിടെ ഇതും ഇതിന്റെ അപ്പുറം നടക്കുന്നത്. ഇത് കേരളമല്ല, UP ആണ്. ധാഡിജ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ രീതി അനുസരിച്ച് 1 മാസം മുതൽ 1 വർഷം വരെ ഭാര്യമാരെ വാടകയ്ക്ക് ലഭിക്കും. കൊള്ളാലോ, വക്കീല് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഗ്രാമത്തിലെ പണക്കാർക്ക് വിവാഹം നടക്കാതെ വരുമ്പോഴാണ് ഇത്തരം സമ്പ്രദായങ്ങളെ ആശ്രയിക്കുന്നത്. ഇങ്ങനെയുള്ള കാര്യത്തിന് കാശേ നോക്കരുത്. ഇടപാട് പൂർത്തിയായ ശേഷം വാങ്ങുന്ന പുരുഷനും സ്ത്രീയും തമ്മിൽ ഒരു കരാർ ഉണ്ടാക്കുന്നു. കൊതിപ്പിക്കല്ലേ ഭഗവാനെ. 10 രൂപ മുതൽ 100 രൂപ വരെയുള്ള മുദ്രപത്രത്തിലാണ് കരാർ തയ്യാറാക്കുന്നത്. എന്നിട്ട് ഒരിക്കൽ വാങ്ങിയ സ്ത്രീകളെ മുദ്രപേപ്പർ നൽകി മറിച്ചു വിൽക്കാനും സംവിധാനം അനുവദിക്കുന്നുണ്ട്. നിന്റെ ഉണ്ടാടാ? എന്റെ ഒരു അറിഞ്ഞാണുണ്ട്. അറിഞ്ഞാണെങ്കിൽ അറിഞ്ഞാണം. തൽക്കാലം പണയം വെക്കാം, കാര്യം നടക്കട്ടെ. കരാർ കാലാവധി കഴിയുമ്പോൾ കൂടിയ തുകയ്ക്ക് ഇവരെ കൈമാറാനും കരാർ പുതുക്കാനും സാധിക്കും. അതിപ്പോ ലാഭായല്ലോ. സ്ത്രീക്ക് വേണമെങ്കിൽ ഇടയ്ക്ക് വെച്ച് കരാറിൽ നിന്ന് പിന്മാറുകയും ചെയ്യാം. ഇതിനായി യുവതി സത്യവാങ്മൂലം നൽകണം. അതേതായാലും നന്നായി. ഇത്തരം സമ്പ്രദായങ്ങളെക്കുറിച്ച് പോലീസിന് അറിയാമെങ്കിൽ പോലും പരാതിക്കാരില്ലാത്തതിനാൽ നിയമ നടപടികൾ ഉണ്ടാകാറില്ല. നോക്കടോ, ഇതാണോ പ്രൊഫഷണലിസം? ഇതങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഈ സമ്പ്രദായങ്ങൾക്ക് ഇരകളാകുന്നത് പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണെന്ന് മാത്രം. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി, മാറ്റിക്കോളാം.